നീ അത്രയ്ക്ക് സാമർഥ്യശാലിയോ? അസ്ത്രവിദ്യയിൽ നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ളവിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളൂ ഇവിടുന്ന്, വേഗം പൊയ്ക്കോ. ഒരു മിനിറ്റ് ചേട്ടാ, പടം കണ്ടിട്ട് ചേട്ടൻ വന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു, പടം കൊള്ളായിരുന്നു. എത്ര പറയാനുള്ള എല്ലാവരും കൂടി എന്നെ കളിയാക്കി കൊല്ലുക. കൊള്ളത്തില്ല. അല്ല എന്ത് പറ്റി? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. VFX പരിപാടിയൊന്നും വർക്കായില്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണ്ടായിരുന്നു, ഇവന്റെ കുറിച്ച് സ്റ്റോറിയൊക്കെ എന്തായി? സംഗതി കുളമായി. ലാലേട്ടൻ കൊള്ളാം. ഈ വാക്ക് കേട്ടാ മതി. ലാലേട്ടന്റെ സീനെന്ന് വെച്ചാൽ അത്ര ഉള്ളെങ്കിലും പുളിയാട്ടാ കാണിച്ചത്. അത് മതി. ലാലേട്ടൻ കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തല്ല. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഒരു ഭക്തിപരമായ ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? നമ്മുടെ ഈ കേരളത്തിൽ അധികം തോന്നുന്നില്ല. സ്വാഭാവികം. ലാലേട്ടന്റെ വരവൊക്കെ നല്ല അടിപൊളിയാണ്. ഏറ്റവും ഇതിനകത്ത് ഈ സിനിമയുടെ എടുത്ത് പറയേണ്ട ഒരു ഗ്രാഫിക്സും വിഷ്വലും ഒക്കെയാണ്. ലാലേട്ടന്റെ വരവൊക്കെ നല്ല ഗംഭീരമായിട്ടൊക്കെ ഉണ്ട്, നല്ല ത്രില്ലിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതങ്ങ് കേട്ടാ മതി. പക്ഷെ ഒരു ഭക്തി, അതായത് തിരുപ്പതി കാളഹസ്തി ക്ഷേത്രത്തെ കുറിച്ചുള്ള ചരിത്രമാണ് പറയുന്നത്. അല്ലെങ്കിൽ മഹാദേവന്റെ ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിൽ എത്രത്തോളം വിജയിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവസാനത്തിന് അരമണിക്കൂർ രക്ഷയില്ല, നല്ല മേക്കിംഗ്. ഭക്തി ഒരു ലോഡ് ശിവനെ ബേസ് ചെയ്തുള്ള നല്ലത് പടമായിട്ട് തോന്നുന്നു. ഭഗവാനെ ഭക്തവത്സല, എല്ലാം നിന്റെ മായ. മോഹൻലാൽ ഒരു ഇന്റർവ്യൂവിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വന്നു പോകും. നല്ല 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 മേക്കിംഗ്. അത് ഇച്ചിരി ഹെവി ആയിട്ടും MB GB ഒക്കെ ഇച്ചിരി കൂടുതലാണ്. പടം കൊള്ളാം, കണ്ടിരിക്കാനൊക്കെ പറ്റിയാണ്. ലാലേട്ടന് നല്ല നമ്മൾ അതിനുദ്ദേശം വന്നത്. പിന്നെ ഈ പറഞ്ഞ മറ്റ് നടന്മാരെ നമുക്ക് വലിയ പിടുത്തമില്ല, അതുകൊണ്ട് വലിയ ആയിട്ട് അറിയാൻ പറ്റുന്നില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ.